ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണ് ഇരിക്കുന്നത്. ആദ്യം ഞാനിത് പോയ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഞാൻ കാണാൻ പോയ പശ്ചാത്തലം ആദ്യം പറയണം. അപ്പം ഇതിൽ എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ ഈ സിനിമയുടെ റിവ്യൂ ആയിട്ട് പറയുന്നത്. എൻ്റെ ഒപ്പീനിയനിൽ ഈ സിനിമ എങ്ങനെ എന്നുള്ള രീതിയിലാണ്. അപ്പം എന്നെ വൈകുന്നേരം ആയപ്പം വിപി വിളിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര അശൻകോക്കും അതേ കണക്ക് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായിയൊക്കെ ഈ സിനിമയെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഭയങ്കര അടിപൊളി പടമെന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ കേട്ടു. എനിക്ക് സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നിയത്, ഞാൻ ഇതുവരെ ആ റിവ്യൂ ഒന്നും കണ്ടില്ല, റിവ്യൂ കാണാതെ എക്സ്പെക്റ്റേഷൻ ഇല്ലാതാണ് ഞാൻ പോയത്. പക്ഷേ വിവിയൊക്കെ ഭയങ്കര എക്സ്പെക്റ്റേഷനോടാണ് സിനിമ കാണാൻ പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ സിനിമ പറ്റി ഈ പറയുമാതിരി ഈ എന്തോ നമ്മുടെ ദൃശ്യം സിനിമയായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയെന്ന് പറയുകയാണെങ്കിൽ അട്ടി കൊടുക്കേണ്ട കേസാണ്. സീരിയസ് ആയിട്ടും പറയണം, ഒരു ഇതുമില്ല. ഒരു മിസ്റ്ററി ത്രില്ലറാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ സസ്പെൻസ് നമുക്ക് ഒരിക്കലും നമ്മളിലേക്ക് തരുന്നില്ല. അത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു തോട്ടിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറം എന്തെങ്കിലും ഒലക്കട മൂഡ് ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ. അതാണ് സത്യം. പിന്നെ അപർണ ബാലമുരളി എന്ന് പറയുന്ന ഒരു വലിയ നായികയെ കൊണ്ടുവന്ന് ഇതിനകത്ത് പ്രതിഷ്ഠിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. കാര്യം അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. ഒരു പുതിയ ഒരാൾക്കൊരു അവസരം കൊടുക്കണമായിരുന്നെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ബാഹുൽ രമേശിൻ്റെ തിരക്കഥ അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ സംവിധായകൻ നമ്മുടെ ദിനിജിത്ത് അയ്യന്തൻ എന്നാണ് നമ്മുടെ സംവിധായകൻ്റെ പേര്. ഞാനതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പോലും അയാൾ കാര്യമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. സംവിധാന മികവൊന്നും നമുക്കതിനകത്ത് കാണാനില്ല. എന്നാൽ ബാഹുൽ രമേശിൻ്റെ തിരക്കഥ അത് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ആ തിരക്കഥയുടെ ഒരു സ്ട്രോങ്ങിൽ മാത്രം പോകുന്നൊരു സിനിമ. പിന്നെ ഈ ആസിഫ് അലി അതിനകത്ത് എന്തെങ്കിലും കൊല തേങ്ങ തൊലി അങ്ങനെ വല്ലതും ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുന്തമില്ല കേട്ടോ. സീരിയസ് ആയിട്ടും പറയാണ്. ആസിഫ് അലിയുടെ സാധാ ക്ലീശ റോളുകളൊക്കെ തന്നെ, അദ്ദേഹത്തിൻ്റെ നോർമൽ അഭിനയങ്ങൾ തന്നെ, അല്ല വേറെ ആസിഫ് അലിയിൽ നിന്ന് അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് വിജയരാഘവൻ്റെ ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് ഉള്ളത്. പിന്നെ നമ്മുടെ നീഴൽ രവി ആവശ്യമില്ലായിരുന്നെന്ന് തോന്നുന്നു, മേജർ രവി ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ ആ കുഞ്ഞിൻ്റെ റോള് അതൊന്നും മിസ്റ്ററിക്ക് വേണ്ടിയുള്ള കുറച്ച് സംഭവങ്ങൾ നിങ്ങൾ ആ സിനിമ കണ്ടിട്ട് വേണം അതിനെ വിലയിരുത്താൻ വേണ്ടി. നമ്മുടെ കീലേപ്പറി റിസർവ് വനത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലമൊക്കെ കാണാൻ കൊള്ളാം, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഭയങ്കര ഈ പറയുമാതിരി നമ്മുടെ പഴയ ഭഗത് ബാസിൻ്റെ സിനിമയിൽ കണക്കുന്ന മൊത്തം വലിയ എന്താ പറയുന്നത്, അതിൻ്റെ സൗന്ദര്യമൊന്നും അങ്ങനെ ഒപ്പിയെടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഛായാഗ്രഹം വലിയ കുഴപ്പമില്ല. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചിങ് മൂവി. കൊള്ളാം, സിനിമ കൊള്ളാം. മോശമൊന്നും പറയാകത്തില്ല, നല്ലതൊന്നും പറയാകത്തില്ല. ഈ പറയുമാതിരി ഒരിക്കലും ദൃശ്യ സിനിമയായിട്ടൊന്നും ഇതിനൊന്നും കമ്പയർ പോലും ചെയ്യരുത്. ദൃശ്യ സിനിമ എവിടെയോ കിടക്കുന്നു, ഈ സിനിമ എവിടെയോ കിടക്കുന്നുണ്ട്. ദൃശ്യ സിനിമയിലെ സംവിധായകൻ്റെ മികവും തിരക്കഥയും കൂടെ മികച്ചതായതുകൊണ്ട് മാത്രമാണ് അത്രയും നല്ലൊരു മികച്ച സിനിമ കിട്ടിയത്. എനിക്ക് തോന്നുന്നില്ല ഈ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ഈ മിസ്റ്ററി ത്രില്ലർ എന്നൊന്നും പറയാക്കത്തില്ല. എന്നാലും മലയാളത്തിലൊരു മിസ്റ്ററി ത്രില്ലർ എന്ന് പറയാൻ വേണമെങ്കിൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്നതിനപ്പുറം ഇത് വലിയ ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു സമയം ഒരു തവണ കണ്ടിരിക്കാവുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു സിനിമ. അതിനപ്പുറത്ത് ഭയങ്കര പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും ആരും പ്രതീക്ഷിച്ചു പോലും ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പോയി കാണുവാണെങ്കിൽ സിനിമ ഇഷ്ടപ്പെടും. അല്ലാതെ ഈ പറയുമാതിരി ദൃശ്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കാണാൻ കൊതിപ്പിക്കുന്ന കണക്കുള്ള എന്താ പറയുക ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഈ സിനിമയിലില്ല. കൊള്ളാം, മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം. മോശം സിനിമയല്ല, നല്ല സിനിമ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിലും നല്ല സിനിമ തന്നെയാണ്. സിനിമകൾ ഇങ്ങനെ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം പറയാം, ഇതിനകത്ത് റിവ്യൂ ചെയ്തേക്കുന്ന പല ആൾക്കാരും നന്നായിട്ട് പണം വാങ്ങിയിട്ട് ഈ റിവ്യൂ ചെയ്തതെന്ന് എനിക്ക് തോന്നി. കാര്യം ഞാൻ എക്സ്പെക്റ്റേഷൻ ചെയ്യാതെ തന്നെ പോയി കണ്ടതും എക്സ്പെക്റ്റ് ചെയ്ത് പോയി കണ്ടവർക്കും എല്ലാം ഒരു റിസൾട്ടാണ് കിട്ടിയത്. സിനിമയിൽ നിന്നൊരു പ്രത്യേകിച്ചൊരു ഭയങ്കര എന്തെങ്കിലും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ മൊത്തത്തിൽ പറഞ്ഞ ഒരു ആവറേജ് കൊള്ളാം. അല്ലാതെ ഈ പറയുമ്പോൾ ഭയങ്കര ഭീകരമായൊരു സിനിമയായിട്ടൊന്നും ആരും പോയി കാണണ്ട. ഒരു സമയം ഒരു പ്രാവശ്യം പോയി കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി
കുറ്റം പറയാൻ പറ്റാത്ത ഒരു മൂവി. അതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.